മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. അസം സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി കൊന്നത്. എട്ട് വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. തമിഴ്നാട് വാൽപ്പാറയിലാണ് സംഭവം. അസം സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി കൊന്നത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. അനീഷ്, വളരെ ദാരുണമായ സംഭവമാണ്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. അസം സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി കൊന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. അനീഷ്, വളരെ ദാരുണമായ സംഭവം. എപ്പോഴായിരുന്നു സംഭവം? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ദാരുണമായ സംഭവമാണ്. 8 വയസ്സുകാരനെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 6:45 ഈ സംഭവം. തമിഴ്നാട് വാൽപ്പാറയിലാണ്. ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ, അസം സ്വദേശികളായിട്ടുള്ള തോട്ടം തൊഴിലാളികളുടെ മകൻ നൂറുൽ ഇസ്ലാമിനെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇവരുടെ പാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വീട്ടുകാരും അതുപോലെ തന്നെ സമീപ പാടികളിലുള്ള ആളുകളൊക്കെ നടത്തിയ തെരച്ചില് രാത്രിയാണ് മൃതദേഹം കുട്ടിയുടെ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ കുട്ടിയുടെ മുഖത്ത് നിന്ന് മാംസം ഉൾപ്പെടെ കടിച്ച് എടുത്ത നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. നമുക്കറിയാം, നാളുകൾക്ക് മുൻപാണ് സമാന രീതിയിലുള്ള അവിടെ ഒരു ആക്രമണം ഉണ്ടായത്, പുലിയുടെ തന്നെ. അന്നും സമാന രീതിയിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ മകളെയാണ് പുലി കടിച്ചു കൊണ്ടുപോയത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുട്ടിയുടെ പാതി ഭക്ഷിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് തമിഴ്നാട് വനം വകുപ്പൊക്കെ ചേർന്ന് കൂടിവെച്ച് ആ പുലിയെ അന്ന് പിടികൂടിയിരുന്നു. ആ പുലിയെ പിന്നീട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വിടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ ഈ സംഭവം ഉണ്ടാകുന്നത്. വേർവരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് ഈ 8 വയസ്സുകാരനെ പുലി കടിച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്കറിയാം, മേഖലയിൽ നിരവധി ഇത്തരത്തിൽ സമാന രീതിയിലുള്ള പുലിയുടെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ വാൽപ്പാറ. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് മലക്കപ്പാറയിലും സമാന രീതിയിൽ ആദിവാസി ഉന്നതിയിൽ കഴിയുന്ന കുട്ടിയെ വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. മാതാപിതാക്കളോടൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയത്. അന്ന് കുട്ടിയുടെ പിതാവിന്റെ മനോധൈര്യത്തിലാണ് ആ കുട്ടിയെ പുലിയുടെ പക്കൽ നിന്നും തിരിച്ചെടുക്കാനായത്. ആ കുട്ടിക്ക് പരിക്കുകൾ ഉൾപ്പെടെ ഏറ്റിരുന്നു. അന്ന് പുലിയുടെ ആക്രമണത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നും അധികം ദൂരമല്ലാത്ത ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്, തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് വാൽപ്പാറ. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 8 വയസ്സുകാരനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ആതിര. തീർച്ചയായും അനീഷ്, വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. 8 വയസ്സുകാരനാണ് പുലി കടിച്ചു കൊന്നത്. ഈ 8 വയസ്സുകാരൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുറ്റത്ത്. മറ്റാരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാൽപ്പാറ, മലക്കപ്പാറ മേഖലയിലൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് ശക്തമായിട്ടുള്ളൊരു നടപടി എന്താണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നടക്കം സ്വീകരിക്കാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ടല്ലേ? വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ മേഖലയിൽ കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാടിലെ വനം വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. നാളുകൾക്ക് മുൻപാണ് അവിടെ പാടിയിൽ കാട്ടാന ഇറങ്ങി. ആ സമയത്ത് വനം വകുപ്പുമായി അവിടുത്തെ ഈ തോട്ടം തൊഴിലാളികൾ വലിയ രീതിയിലുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവം ആ വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എടുത്തു പറയുന്ന ഒരു കാര്യം, മേഖല ഈ പറയുന്ന സ്ഥലം നിബിഡ വനമാണ്, ഘോര വനമാണ് എന്നുള്ളതാണ്. നിരവധി പുലികൾ, ഒരു പുലിയല്ല, നമുക്കറിയാം ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന പോലെ ഒരു പുലി ഇറങ്ങി ആക്രമിക്കുകയല്ല. നിരവധി പുലികൾ ഉൾപ്പെടെ, കരടി ഉൾപ്പെടെ, കാട്ടാനകൾ ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ ബാലികയെ കൊലപ്പെടുത്തിയ
ആ സമയത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും അന്ന് ഒരു പുലിയെ പിടികൂടി മറ്റു സ്ഥലത്ത് കൊണ്ട് തുറന്നുവിടുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു പുലിയെ കൂടിയത് കൊണ്ട് അവിടുത്തെ പുലികൾ അവസാനിക്കുന്നില്ല. നിരവധി ആയിട്ടുള്ള വലിയ ഒരു ഘോരവനം, നമുക്കറിയാം കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വലിയ വിസ്തൃതിയിലുള്ള വനം കൂടിയാണ്. വനം വകുപ്പ് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. വീണ്ടും കൂട് സ്ഥാപിക്കാം, ഒരുപക്ഷെ മറ്റൊരു പുലിയെ പിടികൂടാം എന്നത് ഒഴിച്ചാൽ അവിടെ വന്യമൃഗശല്യം അവസാനിക്കുന്നില്ല എന്ന് വന്ന് നമുക്ക് കഴിഞ്ഞ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ആതിരാ. ശരി അനീഷ്, തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. അസം സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി കൊന്നത്. 8 വയസ്സുകാരനെയാണ് പുലി കടിച്ചു കൊന്നത്. തമിഴ്നാട് വാൽപ്പാറയിലാണ് സംഭവം. വേവർവലി എസ്റ്റേറ്റിലാണ് സംഭവം ഉണ്ടായത്. 8 വയസ്സുകാരനെയാണ് പുലി കടിച്ചു കൊന്നത്. വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. അസം സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി കൊന്നത്.